പ്രിയപ്പെട്ട കുട്ടികളെ, ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഫംഗയുടെ ജനറൽ ക്യാരക്ടേഴ്സ് ആയിരുന്നു. ബോഡി ഓർഗനൈസേഷനും റീപ്രൊഡക്ഷനും മോഡ് ഓഫ് ന്യൂട്രീഷനും ഒക്കെ അല്ലേ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഫംഗയുടെ ക്ലാസിഫിക്കേഷനാണ്. ബേസ്ഡ് ഓൺ ദി മോർഫോളജി ഓഫ് മൈസീലിയം, മോഡ് ഓഫ് സ്പോർ ഫോർമേഷൻ ആൻഡ് ഫ്രൂട്ടിംഗ് ബോഡീസ്. അപ്പം മൈസീലിയത്തിൻ്റെ മോർഫോളജിയുടെ ബേസിൽ, അതായത് അതിൻ്റെ ജനറൽ എക്സ്റ്റേണൽ അപ്പിയറൻസിൻ്റെ ബേസിൽ, അതുപോലെ സ്പോർ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ രീതിയിൽ, അതുപോലെ അതിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്രൂട്ടിംഗ് ബോഡീസ്, നമുക്കറിയാം സ്പോർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ട്രക്ചറാണ് ഫ്രൂട്ടിംഗ് ബോഡീസ്. അതിൻ്റെയൊക്കെ ബേസിൽ ഫംഗൈനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. 4 ഗ്രൂപ്പുണ്ട്, 4 ക്ലാസ്സസ് ആണ് ഫംഗയിലുള്ളത്. ഫസ്റ്റ് വണ് ഫൈക്കോമൈസീഡ്സ്, ദെൻ ആസ്കോമൈസീഡ്സ്, ബെസീഡിയോമൈസീഡ്സ് ആൻഡ് ഡ്യൂട്രോമൈസീഡ്സ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്ലാസ് ഏതാണ്? ഫൈക്കോമൈസീഡ്സ് ആണ്. ലോവർ ഫംഗൈ എന്ന് പറയും. അതായത് ഏറ്റവും പ്രിമിറ്റീവ് ആയിട്ടുള്ള ക്യാരക്ടർ, ഏറ്റവും സിമ്പിൾ ക്യാരക്ടർ കാണിക്കുന്ന ഫംഗയിലെ ഫസ്റ്റ് ഗ്രൂപ്പാണ് ഫൈക്കോമൈസീഡ്സ്. ഓക്കെ, they occur in aquatic habitats and on decaying wood and moist and damp places, and some of them are obligate parasites on plants. അവർ അക്വാട്ടിക് വാട്ടറിൽ കാണാൻ പറ്റും. ഡീക്കേയിങ് ആയിട്ടുള്ള വുഡ്സ്, ലീവ്സ്, നമുക്കറിയാം ഫംഗസിലോ അധികം ഫംഗസുകളും ഡീക്കേയിങ് വുഡ്സിലാണ് കാണുന്നത് അല്ലേ. ദെൻ ഒബ്ലിഗേറ്റ് പാരസൈറ്റ് ആണ്. ഒബ്ലിഗേറ്റ് പാരസൈറ്റ് എന്നാൽ പാരസൈറ്റിക് മോഡ് ഓഫ് ലൈഫ്, അതായത് വേറെ ഓർഗാനിസത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടേ അതിന് ജീവിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നിർബന്ധമായിട്ടും പാരസൈറ്റ് ആയിട്ടേ പറ്റുള്ളൂ എന്നുള്ള ഇവരെ നമ്മൾ ഒബ്ലിഗേറ്റ് പാരസൈറ്റ്സ് എന്ന് പറയുന്നു. അതിൻ്റെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ആക്കണമെങ്കിൽ മറ്റൊരു ഓർഗാനിസത്തിൽ, മറ്റൊരു പ്ലാന്റിൽ പാരസൈറ്റായിട്ട് നിന്നേ പറ്റൂ. ഓക്കെ, ദെൻ ദി മൈസീലിയം. വാട്ട് ഈസ് മൈസീലിയം? മൈസീലിയം ഈസ് ദി നെറ്റ്വർക്ക് ഓഫ് ഹൈഫേ എന്ന് നമ്മൾ പഠിച്ചു അല്ലേ. മൈസീലിയം ഈസ് അസെപ്റ്റേറ്റ് ആൻഡ് സീനോസൈറ്റിക്. സെപ്റ്റ മീൻസ് ക്രോസ് വോൾ ആയിരുന്നു, അസെപ്റ്റേറ്റ് ക്രോസ് വോൾ ഇല്ല. സീനോസൈറ്റിക് പറഞ്ഞാൽ മൾട്ടി ന്യൂക്ലിയേറ്റഡ് കണ്ടീഷനാണ്. ഓക്കെ, ദെൻ ഇവിടെ വരുന്ന എക്സാമ്പിൾ, ഫൈക്കോമൈസിസിൽ നമുക്ക് പഠിക്കാനുള്ള എക്സാമ്പിൾ മ്യൂക്കർ, റൈസോപ്പസ് ആൻഡ് ആൽബുഗോ ആണ്. അപ്പോൾ ഈ പേരുകൾ നിങ്ങൾ നിർബന്ധമായിട്ട് ഓർത്ത് വയ്ക്കണേ. എക്സാമിന് ചോദിക്കാറുണ്ട് ഫംഗയുടെ പേര് തന്നിട്ട് ഏത് ക്ലാസ്സിലാണ് ഉൾപ്പെടുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ മ്യൂക്കറിനെ നമുക്ക് ഡക്ക് മോൾഡ് എന്നും പറയാം. റൈസോപ്പസിന് ബ്രെഡ് മോൾഡ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ബ്രെഡിൽ വരുന്ന പൂക്കലിന് കാരണം റൈസോപ്പസ് ആണ്. കണ്ടോ, ഈ റൈസോപ്പസിൻ്റെ സ്ട്രക്ചറാണ് ഇവിടെ മുകളിൽ കാണിച്ചിരിക്കുന്നത്. ഈ പിങ്ക് കളേർഡ് ത്രെഡ് ലൈക്ക് സ്ട്രക്ചറാണ് അതിൻ്റെ ഹൈഫേ. അതിൽ നിന്ന് ഈ റൗണ്ട് ഡാർക്ക് പിങ്കിൽ കാണിക്കുന്നത് അതിൻ്റെ സ്പൊറാഞ്ചിയോ. ഓക്കെ, ഈ സ്പൊറാഞ്ചിയത്തിൻ്റെ അകത്താണ് അതിൻ്റെ സ്പോറ് പ്രൊഡ്യൂസ് ചെയ്യുക. ആ സ്പോറ് ജെർമിനേറ്റ് ചെയ്ത് വീണ്ടും പുതിയ ഹൈഫേ ഉണ്ടാവും. കണ്ടോ, അപ്പോൾ റൈസോപ്പസിന് എന്ത് പറയുന്നു? ബ്രെഡ് മോൾഡ് എന്നും. ആൽബുഗോ പാരസൈറ്റ് ഫംഗൈ ഓൺ മസ്റ്റാർഡ് ലീഫ്. മസ്റ്റാർഡ് ലീഫിൽ, കടുകിൻ്റെ ലീഫിൽ പാരസൈറ്റിക് ആയിട്ടുള്ള ഫംഗസാണ് ആൽബുഗോ. നിർബന്ധമായിട്ടും പാരസൈറ്റിക് മോഡ് ഓഫ് ലൈഫ് അതിന് സാധിക്കുകയുള്ളൂ. ഓക്കെ, ദെൻ ആൽബുഗോന് വൈറ്റ് റസ്റ്റ് ആണ് അതുണ്ടാക്കുന്നത്. വെള്ള സ്പോട്ടുകളാണ് കാണിക്കാറ്. അതുകൊണ്ട് തന്നെ വൈറ്റ് റസ്റ്റ് ഓഫ് ക്രൂസിഫേഴ്സ് എന്നതിന് കാരണം ആൽബുഗോ ആണെന്ന് ഓർത്ത് വയ്ക്കുക. വൈറ്റ് റസ്റ്റ് ഡിസീസിന് കാരണം ആൽബുഗോ എന്നുള്ള ഫൈക്കോമൈസിസിലെ ഫംഗസ് ആണെന്ന് ഓർത്ത് വയ്ക്കണം. ഓക്കെ, ദെൻ ഫൈക്കോമൈസിസിൻ്റെ റീപ്രൊഡക്ഷന് സെക്ഷൽ റീപ്രൊഡക്ഷനും സെക്ഷൽ റീപ്രൊഡക്ഷനും കാണിക്കുന്നുണ്ട്. സെക്ഷൽ റീപ്രൊഡക്ഷൻ ബൈ പ്രൊഡ്യൂസിങ് സൂസ്പോസ് ഓർ അപ്ലാനോസ്പോസ്. സൂസ്പോസും അപ്ലാനോസ്പോസും പ്രൊഡ്യൂസ് ചെയ്തിട്ടാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ കാണിക്കുന്നത്. സൂസ്പോസ് പറഞ്ഞാൽ മോട്ടൈൽ സ്പോറാണ്. നമുക്കറിയാം ഫ്ലജല്ലേറ്റഡ് മോട്ടൈൽ സ്പോറാണ് സൂസ്പോറ്. പക്ഷേ അപ്ലാനോസ്പോസ് പറഞ്ഞാൽ നോൺ മോട്ടൈൽ സ്പോറാണ്. നോൺ ഫ്ലജല്ലേറ്റഡ് നോൺ മോട്ടൈൽ സ്പോറാണ്. അപ്പോൾ അപ്ലാനോസ്പോസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇൻസൈഡ് ദി സ്പൊറാഞ്ചിയം. ഓക്കെ, നോൺ എൻഡോജീനിയസ്ലി ആയിട്ട് അതിൻ്റെ അകത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുക ചെയ്യുന്നത്. സെക്ഷൽ സ്പോർ എന്ന് പറയുന്നത് ബൈ സൈഗോസ്പോസ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ ബൈ പ്രൊഡ്യൂസിങ് സൈഗോസ്പോസ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ ഇതവിടെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. നമ്മൾ പ്ലസ് ആൻഡ് മൈനസ് സ്ട്രെയിൻസിലുള്ള
ഗ്യാമേറ്റ്സുകൾ തമ്മിൽ ഫ്യൂഷൻ നടക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഗ്യാമറ്റാൻജിയ സസ്പെൻഷർ ഗ്യാമേറ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ട സ്ട്രക്ചറുകൾ ഫോം ചെയ്യും. അതിൽ നിന്ന് സൈഗോസ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ സൈഗോസ്പോർ ജെർമിനേറ്റ് ചെയ്തിട്ട് പുതിയ മൈസീലിയം ഉണ്ടാവും. മൈസീലിയത്തിന് തൊട്ട് മുന്നത്തെ സ്റ്റേജാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഫ്യൂഷൻ ഓഫ് ഫസ്റ്റ് ഗ്യാമേറ്റ്സ്, ദെൻ സൈഗോസ്പോർ പ്രൊഡ്യൂസ് ചെയ്യും. ഈ സൈഗോസ്പോർ എന്നാണ് പുതിയ മൈസീലിയം ഉണ്ടാവുന്നത്. ഇനി ഓർത്ത് വയ്ക്കുക, ഈ സൈഗോസ്പോർ മേ ബി ദിസ് ഗ്യാമേറ്റ്സ് ഫ്യൂഷൻ നടക്കുന്ന സൈഗോസ്പോർ ഉണ്ടാവുന്ന ഗ്യാമേറ്റ് മേ ബി 3 ടൈപ്സ് ഉണ്ട്. ഐസോഗ്യാമസ് ആവാം, അനൈസോഗ്യാമസ് ആവാം, ഊഗ്യാമസ് ആവാം. ഐസോ മീൻസ് സിമിലർ എന്നാണ് അർത്ഥം. ഐസോഗ്യാമസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സിമിലർ ആയിട്ടുള്ള ഗ്യാമേറ്റുകളായിരിക്കും. മോർഫോളജിക്കലി കണ്ടാൽ മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമേറ്റിന് പ്ലസും മൈനസ് സ്ട്രെയിൻ ഗ്യാമേറ്റ്സിന് നമുക്ക് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റില്ല. സിമിലർ ആയിരിക്കും ഐസോ മീൻസ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഐസോടോപ്പും ഐസോബാറൊക്കെ അല്ലേ? സെയിം അറ്റോമിക് നമ്പർ, സെയിം മാസ് നമ്പർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അതേ മീനിങ് തന്നെ ഐസോഗ്യാമസ്. സെയിം മോർഫോളജി ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? സെയിം സൈസും സെയിം മോർഫോളജി ആണെങ്കിൽ ഐസോഗ്യാമസ് എന്ന് പറയും. ദെൻ അനൈസോഗ്യാമസ് പറഞ്ഞാൽ ഡിസിമിലർ മോർഫോളജി ആയിരിക്കും, ഡിസിമിലർ സൈസ് ആയിരിക്കും അനൈസോഗ്യാമസ്. ദെൻ ഊഗ്യാമസും ഡിസിമിലർ ടൈപ്പാണ്. ഇതിലുള്ള പ്രത്യേകത ഊഗ്യാമസിലെ മെയിൽ ഗ്യാമേറ്റ് മോട്ടയിലായിരിക്കും, സ്മോൾ ആയിരിക്കും. ഊഗ്യാമസിലെ മെയിൽ ഗ്യാമേറ്റ് മോട്ടയിലായിരിക്കും, സ്മോൾ ആയിരിക്കും. പക്ഷേ ഫീമെയിൽ ഗ്യാമേറ്റ്സ് നോൺ മോട്ടയിലായിരിക്കും, ലാർജും ആയിരിക്കും. അതാണ് ഊഗ്യാമസ്. ഓക്കെ, ദെൻ സെക്കൻഡ് ക്ലാസ് ആണ് ഏത്? ആസ്കോമൈസീഡ്സ്. ആസ്കോമൈസീഡ്സിനെ കോമൺലി കോൾഡ് സാക്ക് ഫഞ്ചൈ. എന്താ പറയുന്നത്? സാക്ക് ഫഞ്ചൈ. ദേ ആർ കോമൺലി കോൾഡ് സാക്ക് ഫഞ്ചൈ. അപ്പോൾ അതിൽ യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഫംഗസ് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഒരു ഫംഗസിന് എക്സാമ്പിളാണ് ഈസ്റ്റ് എന്ന് പറഞ്ഞത് അല്ലേ? ഈസ്റ്റിൻ്റെ കോമൺ നെയിമാണ് സയൻറ്റിഫിക് നെയിമാണ് സക്കാരോമൈസിസ്. ഓർത്ത് വയ്ക്കുക, ഈസ്റ്റിൻ്റെ സയൻറ്റിഫിക് നെയിം സക്കാരോമൈസിസ്. ഓക്കെ, ഇവിടെ ഈസ്റ്റ് സെല്ലാണ് കാണിച്ചിരിക്കുന്നത്, യൂണിസെല്ലുലാർ ആയിട്ടുള്ള. അപ്പം നമുക്ക് നോർമൽ സെല്ലിൻ്റെ സ്ട്രക്ചർ അറിയാം. സെൻട്രൽ ന്യൂക്ലിയസ് ഉണ്ട്, റൈബോസോം ഉണ്ടാവും, സൈറ്റോപ്ലാസം ഉണ്ട്, ഗോൾജി ബോഡീസ് ഉണ്ട്, മൈറ്റോകോൺട്രിയ ഉണ്ട് അല്ലേ? അതൊക്കെ ഉണ്ട്. പിന്നെ പ്ലാന്റ് സെല്ലാകുമ്പോൾ നമുക്കറിയായിരുന്നു പ്ലാന്റ് സെല്ലിൽ ഒരു ക്ലോറോപ്ലാസ്റ്റ് ഉണ്ടായിരുന്നു എന്നുള്ളത്. പിഗ്മെൻ്റ് ഉള്ള ഹരിതഗണം എന്ന് പറയുന്ന ക്ലോറോപ്ലാസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഫംഗസ് ഹെട്രോട്രോപ്പിക്കാണ്, പിഗ്മെൻറ്റ്സ് ഇല്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ സെല്ലിൽ എന്തുണ്ടാവില്ല? ക്ലോറോപ്ലാസ്റ്റ് ഉണ്ടാവില്ല. ഓക്കെ, ദെൻ യൂണിസെല്ലുലാറിന് എക്സാമ്പിൾ ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേരാണ് സക്കാരോമൈസിസ്. ഈ മൾട്ടി സെല്ലുലാർ ഫഞ്ചൈയാണ് കൂടുതലുള്ളത്. മൾട്ടി സെല്ലുലാറിന് എക്സാമ്പിളാണ് പെൻസിലിയം. ഓക്കെ, പെൻസിലിയം നമ്മൾ നേരത്തെ പറഞ്ഞു, പെൻസിലിൻ എന്ന് പറയുന്ന ആൻറ്റിബയോട്ടിക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫംഗയാണ് പെൻസിലിയം. ഇതാണ് ഇവിടെ പെൻസിലിയത്തിൻ്റെ ഡയഗ്രാം. ഓക്കെ, ദെൻ മൈസീലിയത്തിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ആസ്കോമൈസിസിലെ മൈസീലിയം ഈസ് ബ്രാഞ്ച്ഡ് ആണ് ആൻഡ് സെപ്റ്റേറ്റ്. ഓക്കെ, ബ്രാഞ്ചിങ് ഉണ്ട് ഇവിടെ. അതുപോലെ ക്രോസ് വോൾ ഉണ്ട്. നേരത്തെ ഫൈക്കോമൈസിസിൽ നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത്? സെപ്റ്റേറ്റ് ആൻഡ് സീനോസൈറ്റിക്. സെപ്റ്റ ഇല്ല, മൾട്ടിന്യൂക്ലിയേറ്റ് ആണ്. ഇവിടെ ബ്രാഞ്ച്ഡ് ആണ്, സെപ്റ്റേറ്റ് ആണ്. ദെൻ ദേ ആർ സാപ്രോഫൈറ്റിക്, ഡീകമ്പോസേഴ്സ്, പാരസൈറ്റിക് ഓർ ക്രോപ്പോഫിലസ് ആണ്. ക്രോപ്പോഫിലസ് എന്നുള്ള ടേം. ക്രോപ്പോഫിലസ് എന്ന് പറഞ്ഞാൽ ദി ഫംഗസ് ഗ്രോയിങ് ഓൺ ഡങ് എന്ന് പറഞ്ഞാൽ ചാണകത്തിൽ വളരുന്ന ഫംഗസിനെ നമ്മൾ കോപ്രോഫിലസ് എന്ന് പറയും. ഇപ്പോൾ കോപ്രോഫിലസ് ഫംഗസിൽ അധികവും ആസ്കോമൈസിഡ്സ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇപ്പോൾ ഇതാ ഹൈഫ കാണിക്കുന്നു, സെപ്റ്റേറ്റ് ആൻഡ് ബ്രാഞ്ച്ഡ് ആണ്. ഓക്കെ, ദെൻ ആസ്കോമൈസിസ് അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും എന്ന് പറഞ്ഞു? സാക്ക് ഫഞ്ചൈ എന്ന് പറയും. ഇവിടെ എസെക്ഷൽ ആൻഡ് സെക്ഷൽ റീപ്രൊഡക്ഷൻ നമുക്ക് കാണാൻ പറ്റും ആസ്കോമൈസിസിൽ. എസെക്ഷൽ റീപ്രൊഡക്ഷൻ ബൈ പ്രൊഡ്യൂസിങ് കൊണീഡിയം. അതാണ് ഓർത്ത് വയ്ക്കുക. എസെക്ഷൽ സ്പോറായിട്ടുള്ള കൊണീഡിയ പ്രൊഡ്യൂസ് ചെയ്തിട്ടാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. ഇപ്പോൾ ഇതൊരു പെൻസിലിയത്തിൻ്റെ ഹൈഫയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഈ ഹൈഫയെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും കൊണീഡിയോഫോർ എന്നുള്ളൊരു സ്ട്രക്ചർ. ഈ കൊണീഡിയോഫോർ എന്ന് പറയുന്നത് കൊണീഡിയ ഉണ്ടാവുന്ന സ്പെഷ്യൽ ഹൈഫയ്ക്ക് നമ്മൾ എന്ത് പറയും? കൊണീഡിയോഫോർ പറയും. ഈ കൊണീഡിയോഫോറിൽ നിന്ന് എക്സോജീനിയസ്ലി ആയിട്ട്, എക്സോജീനിയസ് എന്ന് പറഞ്ഞാൽ പുറത്തേക്കാണ് സ്പോറിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരു പ്രത്യേക അറയ്ക്ക് ഉള്ളിലോട്ടല്ല പുറത്തേക്കായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ എക്സോജീനിയസ് എന്ന്
ആണ്. എക്സോജീനിയസ്ലി ആയിട്ട് ഓരോ സ്പോറിനെ കൊണീഡിയൻ സ്പോറിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ നമുക്ക് ശരിക്കും കാണാൻ പറ്റുന്നുണ്ട്. ഹൈഫയുണ്ട്, ബ്രാഞ്ചസ് കാണാം. ദെൻ അതിൽ കൊണീഡിയ എക്സോജീനിയസ്ലി ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ പെൻസിലിയത്തിനെ ബ്രൂം ഫഞ്ചൈ എന്ന് പറയാറുണ്ട്. ബ്രൂം എന്ന് പറഞ്ഞാൽ ചൂല് പോലെ. കാരണം ഈ കൊണീഡിയോസ്പോർ ഉണ്ടാവുന്ന ആ സമയത്ത് ഈ കൊണീഡിയോ ഫോറിൻ്റെ സ്ട്രക്ചർ കാണുമ്പോൾ ഒരു ചൂല് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. പെൻസിലിയത്തിനെ നമ്മൾ ബ്രൂം ഫഞ്ചൈ എന്നും പറയാറുണ്ട്. ഓക്കെ, ദെൻ ആസ്കോമൈസിഡ്സിലെ സാക്ക് ഫഞ്ചൈ എന്ന് പറഞ്ഞ ആസ്കോമൈസിസിൻ്റെ സെക്ഷൽ റീപ്രൊഡക്ഷൻ. എന്തുകൊണ്ടാണ് ഇതിന് സാക്ക് ഫഞ്ചൈ എന്ന് പേര് വരാൻ കാരണം എന്ന് ഇത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ സെക്ഷൽ റീപ്രൊഡക്ഷനും ബൈ പ്രൊഡ്യൂസിങ് ആസ്കോസ്പോസ് ആണ്. ആസ്കോമൈസിസിൻ്റെ സെക്ഷൽ സ്പോറിൻ്റെ പേരെന്താ? ആസ്കോസ്പോർ. എളുപ്പമാണ് നമുക്ക് ഓർക്കാൻ അല്ലേ? ആസ്കോസ്പോസ്. ദേ ആർ പ്രൊഡ്യൂസ്ഡ് എൻഡോജീനിയസ്ലി ഇൻ എ സാക്ക് ലൈക്ക് സ്ട്രക്ചർ. എൻഡോജീനിയസ്ലി ഒരു ഉള്ളിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്തിൻ്റെ? ഒരു സാക്കിൻ്റെ ഒരു അറയ്ക്ക് ഉള്ളിലാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് എൻഡോജീനിയസ്ലി എന്ന് പറയാൻ കാരണം. ആസ്കോസ്പോസ് പ്രൊഡ്യൂസ്ഡ് എൻഡോജീനിയസ്ലി ഇൻ എ സാക്ക് ലൈക്ക് സ്ട്രക്ചർ ദാറ്റ് ഈസ് കോൾഡ് ആസ്കസ്. ആ സാക്കിനെ നമ്മൾ പറയുന്ന പേരാണ് ആസ്കസ്. ഓക്കെ, അതിൻ്റെ പ്ലൂറലും ഒത്തിരി സാക്കുകളെ നമ്മൾ ഒന്നിച്ച് പറയും ആസ്കൈ എന്ന് പറയും. എന്താണ്? ആസ്കൈ. സിംഗുലറാണ് ആസ്കസ്. ആസ്കൈസ് ആർ അറേഞ്ച്ഡ് ഓൺ ആസ്കോകാർപ്പും. ഈ ആസ്കൈകൾ കൂടി ചേർന്നിട്ട് ഒത്തിരി ആസ്കൈ അല്ലെങ്കിൽ ആസ്കസ് കൂടി ചേർന്നിട്ട് ഒരു ആസ്കോകാർപ്പ് എന്നുള്ള സ്ട്രക്ചർ ഉണ്ടാവും. അതാണ് ഇതിൻ്റെ ഫ്രൂട്ടിംഗ് ബോഡി. എന്താണ്? ഫ്രൂട്ടിംഗ് ബോഡി. അപ്പോൾ നമുക്കറിയാം സ്പോർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ട്രക്ചറാണ് ഫ്രൂട്ടിംഗ് ബോഡി. ഇപ്പോൾ ഇവിടെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. ഇതാണ് ഒരു ആസ്കോകാർപ്പ് എന്ന് പറയുന്നത്. ഈ ആസ്കസുകൾ കൂടി ചേർന്നിട്ടാണ് ആസ്കോകാർപ്പ്, അതായത് ഫ്രൂട്ടിംഗ് ബോഡി, സ്പോർ ഉണ്ടാവുന്ന സ്ട്രക്ചർ അല്ലേ? ആസ്കോപോർ ഉണ്ടാവുന്ന സ്ട്രക്ചറാണ് ആസ്കോകാർപ്പ്. ഈ ആസ്കോകാർപ്പിൻ്റെ എൻലാർജ്ഡ് പോർഷനാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് കാണാം ഹൈഫെ. കണ്ട താഴെ നിറയെ ഹൈഫയുണ്ട്. ഈ ഹൈഫയെന്ന് ഫ്രൂട്ടിംഗ് ബോഡി മുകളിലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ ഫ്രൂട്ടിംഗ് ബോഡിയുടെ ഒരു കപ്പ് ലൈക്ക് സ്ട്രക്ചറാണ്. അപ്പോൾ അതിൽ നമുക്ക് വീണ്ടും കുറച്ചുകൂടെ ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ ഓരോ ഹൈഫയുടെ ടിപ്പിലും ഓരോ അറകൾ ഇങ്ങനെ ഫോം ചെയ്തത് കാണാൻ പറ്റും. സാക്ക് ഓരോ അറകൾ കാണാൻ പറ്റും. ഈ ഓരോ അറകളിലും ഇപ്പോൾ ചിലതിൽ 4 ഇങ്ങനെ റൗണ്ട് സ്ട്രക്ചർ കാണാം. ചിലതിൽ 8 എണ്ണമായിട്ടുണ്ട്, ചിലതിൽ 2 എണ്ണമായിട്ടുണ്ട്. ആക്ച്വലി ഇത് ആസ്കോസ്പോസിൻ്റെ ഡെവലപ്മെൻ്റ് ആണ് നടക്കുന്നത്. ഈ ആസ്കസ് എന്നുള്ള അറയിൽ മിയോസിസ് നടന്നിട്ട് എന്തായിട്ട് മാറുന്നു? ആസ്കോസ്പോസ് പ്രൊഡ്യൂസ് ചെയ്യും. സോ ഫസ്റ്റ് 2 എണ്ണമായിട്ട് മാറും. അതിലുള്ള ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്ത് 2 എണ്ണമായിട്ട് മാറും. ദെൻ 4 എണ്ണമായിട്ട് മാറും. ദെൻ 8 എണ്ണമായിട്ട് മാറും. ഈ റൗണ്ടുള്ള സാക്ക്, ഈ അറകളെയാണ് നമ്മൾ ആസ്കസ് എന്ന് പറഞ്ഞത്. ഈ ആസ്കസിനെ ഒന്നിച്ച് ആസ്കൈ എന്ന് പറയും. ഇവരൊന്നിച്ച് കൂടി ചേർന്നതാണ് ആസ്കോകാർപ്പ് എന്ന് പറയുന്നത്. കണ്ടോ? ഈ ഓൾഡ് സ്ട്രക്ചറാണ് നമ്മൾ ആസ്കോകാർപ്പ്. അപ്പോൾ ഓരോ ആസ്കോകാർപ്പിൻ്റെ അകത്തും 8 ആസ്കോസ്പോസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എത്ര? 8 ആസ്കോസ്പോസ് പ്രൊഡ്യൂസ് ചെയ്യും. ദേ ആർ എൻഡോജീനിയസ്ലി. കണ്ടോ? ഈ സാക്ക് ലൈക്ക് സ്ട്രക്ചറിൻ്റെ അകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് എൻഡോജീനിയസ്ലി എന്ന് പറയുന്നത്. അപ്പോൾ spores are produced endogenously inside ascus. This ascus all together forms the fruiting body called ascocarp. Okay. ദെൻ അതുകൊണ്ടാണ് ആസ്കോമൈസിസിനെ സാക്ക് ഫഞ്ചൈ, ഈ അറകൾ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ആസ്കോമൈസിസിന് എന്ത് പറയുന്നത്? സാക്ക് ഫഞ്ചൈ എന്ന് പറയാൻ കാരണം. ഓക്കെ, ദെൻ ആസ്കോമൈസിസിൻ്റെ എക്സാമ്പിൾസ് ഓർത്ത് വയ്ക്കണം. ആസ്പെർജിലസ്, ക്ലാവിസെപ്സ്, ന്യൂറോസ്പോറ. ഓക്കെ, ആസ്പെർജിലസ്, ക്ലാവിസെപ്സ് ആൻഡ് ന്യൂറോസ്പോറ. ഓക്കെ, ദെൻ ഇവിടെ ന്യൂറോസ്പോറ വളരെ പ്രധാനപ്പെട്ട ഒരു പേരാണ്. ന്യൂറോസ്പോറ ഈസ് യൂസ്ഡ് ഇൻ ബയോകെമിക്കൽ ആൻഡ് ജെനറ്റിക് വർക്ക്. ബയോകെമിക്കൽ വർക്കിലും ജെനറ്റിക് വർക്കിലൊക്കെ, ജെനറ്റിക് സ്റ്റഡീസിലൊക്കെ നന്നായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെമ്പറാണ് ന്യൂറോസ്പോറ. അതുകൊണ്ട് തന്നെ ന്യൂറോസ്പോറ ഈസ് കോമൺലി കോൾഡ് ഡ്രോസോഫില ഓഫ് പ്ലാന്റ് കിങ്ഡം. ഡ്രോസോഫില, എനിക്കറിയാം പഴയീച്ച. ഈ ആനിമൽ ക്യാരക്ടേഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട്, ആനിമൽ കിങ്ഡത്തിലെ ആനിമൽ ക്യാരക്ടേഴ്സ്,
ജനറ്റിക് ക്യാരക്ടേഴ്സ് ഒരുപാട് സ്റ്റഡീസ് നടത്തിയത് ആനിമലിൻ്റെ കേസിൽ ഡ്രോസോഫിലയിലാണ്. അതേപോലെ ന്യൂറോസ്പോറയിലാണ് പ്ലാന്റിൻ്റെ കേസിൽ ന്യൂറോസ്പോറയിലാണ് സ്റ്റഡീസ് നടക്കുന്നത്, ജനറ്റിക് സ്റ്റഡീസ് ഒരുപാട് സ്റ്റഡീസ് നടന്നത്. അതുകൊണ്ട് തന്നെ ന്യൂറോസ്പോറനെ പറയുന്ന പേര് ഡ്രോസോഫില ഓഫ് പ്ലാന്റ് കിങ്ഡം. ഡ്രോസോഫിലറിനെ പഴയിച്ച നിങ്ങൾ കൊത്തളങ്ങ നമ്മൾ പറയുന്ന അതാണ്. ഓക്കെ, ആ ന്യൂറോസ്പോറ ഏത് ഗ്രൂപ്പിലാണ്? ആസ്കോമൈസിസിലാണെന്ന് ഓർക്കണം. ദെൻ ആസ്പെർജിലസ് എന്നുള്ള ഫംഗസ് ആസ്കോമൈസിസിലാണ്. ദെൻ ക്ലാവിസെപ്സ് എന്നുള്ള ഫംഗസ് ആസ്കോമൈസിസിലാണെന്ന് ഓർക്കുക. അതുകൂടാതെ മോറൽസ് ആൻഡ് ട്രഫിൾസ് ആർ എഡിബിൾ ആൻഡ് ഡെലീഷ്യസ് ആണ്. മോറൽസ് എന്നുള്ള ഗ്രൂപ്പും ട്രഫിൾസ് എന്ന് പറഞ്ഞ ഫംഗസുകളും ഒക്കെ ആസ്കോമൈസിസ് വരുന്നതാണ്. അത് എഡിബിൾ ആയിട്ടുള്ള ആസ്കോമൈസിസ് ആണ്. കണ്ടോ, ഇവിടെ ന്യൂറോസ്പോറനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ദെൻ ക്ലാവിസെപ്സ്, ആസ്പെർജിലസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഗ്രൂപ്പാണ് ബെസീഡിയോമൈസിഡ്സ്. ഏതാണ്? ബെസീഡിയോമൈസിഡ്സ്. ദി ബെസീഡിയോമൈസിഡ്സ് ഈസ് ഓൾസോ നോൺ ആസ് ക്ലബ് ഫഞ്ചൈ. ഓക്കെ, ദേ ഇൻക്ലൂഡ് മഷ്റൂംസ്, ബ്രാക്കറ്റ് ഫഞ്ചൈ ഓർ പഫ് വാൾസ്. ഇവിടെ നിങ്ങൾക്ക് ഡയഗ്രാംസ് കാണാൻ പറ്റും. മഷ്റൂംസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോമൺ അഗാരിക്കസ്, കുട പോലെ ഉണ്ടാവുന്ന ഗ്രൂപ്പിനെ നമ്മൾ മഷ്റൂംസ് എന്ന് പറയുന്നത്. ഉണ്ട്, ഇത് ഭംഗിയല്ലേ. ദെൻ ബ്രാക്കറ്റ് ഫഞ്ചൈ, നിങ്ങൾ ഇതുപോലത്തെ മരത്തിലൊക്കെ കാണാറില്ലേ, ബ്രാക്കറ്റ് ഫഞ്ചൈ. ഓക്കെ, ദെൻ പഫ് ബാൾസ് പറഞ്ഞാൽ ബോൾ പോലെ ഉരുണ്ടിട്ട് നമുക്കിങ്ങനെ കാണാൻ പറ്റും. നിങ്ങൾ ഒബ്സേർവ് ചെയ്യാം, നിങ്ങളുടെ നേച്ചർ നന്നായി ഒബ്സേർവ് ചെയ്യാം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫംഗസിൻ്റെ ഫോട്ടോ എടുത്തിട്ട് എനിക്ക് സെൻഡ് ചെയ്യണം കേട്ടോ. ദെൻ അപ്പോൾ മഷ്റൂംസ്, ബ്രാക്കറ്റ് ഫഞ്ച്, പഫ് ബോൾസ് ഒക്കെ ഏതിൽ വരുന്നതാണ്? നമ്മുടെ ബെസീഡിയോമൈസിസിൽ വരുന്നതാണ്. ദേ ഗ്രോ ഇൻ സോയിൽ, ഓൺ ലോഗ്സ് ആൻഡ് ട്രീ സ്റ്റെപ്സ് ആൻഡ് ലിവിങ് പ്ലാന്റ് ബോഡീസ് ആസ് എ പാരസൈറ്റ്സ്. അപ്പോൾ ബെസീഡിയോമൈസിസിലും പാരസൈറ്റ് ഫംഗസ് ഉണ്ട്. റസ്റ്റ് ഡിസീസ് ആൻഡ് സ്മഡ് ഡിസീസ് കോസ് ചെയ്യുന്ന പാരസൈറ്റ് ഫംഗസ് ഇവിടെയുണ്ട്. അതുപോലെ സോയിലും ലോഗ്സ് പറഞ്ഞാൽ മരത്തടിയിലും ഒക്കെ കാണുന്ന ഫംഗസുകളുണ്ട്. ഓക്കെ, ദെൻ ഇവിടുത്തെ മൈസീലിയം ബ്രാഞ്ചഡ് ആൻഡ് സെപ്റ്റേറ്റ്. ആസ്കോമൈസിസിനെ പോലെ തന്നെ ബ്രാഞ്ചഡ് ആണ്, സെപ്റ്റേറ്റ് ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് എസെക്ഷൽ സ്പോർ. ബെസീഡിയോമൈസിസിൻ്റെ കേസിൽ എസെക്ഷൽ സ്പോർസ് ആർ ജനറലി ആബ്സെൻ്റ് ആണ്, ഓർത്ത് വയ്ക്കണം കേട്ടോ. എസെക്ഷൽ സ്പോർ ആബ്സെൻ്റ് ആണ്. ആരുടെ? ആസ്കോമൈസിസിലെ എസെക്ഷൽ സ്പോർ കൊണീഡി ആയിരുന്നു. ഫൈക്കോമൈസിസിലെ എസെക്ഷൽ സ്പോർ അപ്ലാനോസ്പോസും സൂസ്പോറും ആയിരുന്നു. പക്ഷേ ബെസീഡിയോമൈസിസിലെ എസെക്ഷൽ സ്പോർ ആബ്സെൻ്റ് ആണെന്ന് ഓർക്കുക. ദി വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ബൈ ഫ്രാഗ്മെൻറ്റേഷൻ. ഓക്കെ, വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഉണ്ട്, ബൈ ഫ്രാഗ്മെൻറ്റേഷൻ ആണ്. ദെൻ സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് മെയിനായിട്ട് ബെസീഡിയോമൈസിസിൽ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ സെക്ഷൽ സ്പോർ ഏതാണെന്ന് നമുക്കറിയാം, ബെസീഡിയോസ്പോറാണ്. അപ്പോൾ ഈ ബെസീഡിയോസ്പോർ ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു ആസ്കോമൈസിസിൻ്റെ സെക്ഷൽ സ്പോർ ആസ്കോസ്പോറാണ്. ആസ്കോസ്പോർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്രൂട്ടിംഗ് ബോഡിയാണ് ആസ്കോകാർപ്പ് എന്ന് പറഞ്ഞ്. ഫ്രൂട്ടിംഗ് ബോഡി ആസ്കോകാർപ്പ്. ഈ ആസ്കോകാർപ്പിൽ നിറയെ ആസ്കസ് ഉണ്ട്. ആ ആസ്കസിൻ്റെ അകത്ത് എൻഡോജീനിയസ്ലി ആയിട്ട് ആസ്കോസ്പോർ പ്രൊഡ്യൂസ് ചെയ്യും. അതുപോലെ ഇവിടെയും ബെസീഡിയോമൈസിസിൽ ഒരു ഫ്രൂട്ടിംഗ് ബോഡി ഉണ്ട്, സ്പോർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ട്രക്ചർ ഉണ്ട്. അതിൻ്റെ പേരാണ് ബെസീഡിയോകാർപ്പ്. ഓക്കെ, ഈ ബെസീഡിയോകാർപ്പിനിൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ബെസീഡിയം ഉണ്ടാവും. ബെസീഡിയത്തിൻ്റെ പുറത്തേക്ക് എക്സോജീനിയസ്ലി ആയിട്ട് ബെസീഡിയോസ്പോർ പ്രൊഡ്യൂസ് ചെയ്യാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ ഫുൾ സ്റ്റെപ്പ് പ്ലാസ്മോഗമി, ദെൻ ഡൈകാരിയോൺ ഫേസ്, ദെൻ എന്തായിരുന്നു കാരിയോഗമി, ദെൻ മിയോസിസ് നടന്നിട്ടാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. അപ്പോൾ സെക്സ് ഓർഗൻസ് ആബ്സെൻ്റ് ആണ് ഏതിൽ? ബെസീഡിയോമൈസിസിൽ. പക്ഷേ പ്ലാസ്മോഗമി ഒക്കേസ് ബൈ ഫ്യൂഷൻ ഓഫ് ടു വെജിറ്റേറ്റീവ് ഓർ സൊമാറ്റിക് സെൽസ് ഡിഫറെൻറ്റ് സ്ട്രെയിൻസ് ഓർ എ ജീനോടൈപ്പ്. അപ്പോൾ പ്ലസ് ആൻഡ് മൈനസ് സ്ട്രെയിനിലെ ഹൈഫകൾ ഫ്യൂസ് ചെയ്തിട്ട് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? പ്ലാസ്മോഗമി നടക്കും. ഇതേ റിസൾട്ട് അവിടെ ഒരു ഡൈകാരിയോൺ ഫേസ് പ്രൊഡ്യൂസ് ചെയ്യും. അതായത് രണ്ട് ന്യൂക്ലിയസും ഒന്നിച്ച് ഫ്യൂസ് ചെയ്യാത്ത കണ്ടീഷനിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ ഡൈകാരിയോട്ടിക് ഫേസ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ഡൈകാരിയോട്ടിക് ഫേസിൽ നിന്ന് ബെസീഡിയം പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ഡൈകാരിയോട്ടിക് ഫേസിൽ നിന്ന് ബെസീഡിയംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ അഗാരിക്കസ്
കുട പോലുള്ള കൂനാണ് അഗാരിക്കസ്. താഴെ ഹൈഫ ഉണ്ട്. അതിൽ നിന്ന് വരുന്ന ഈ കുടയുള്ള സ്ട്രക്ചർ ഫ്രൂട്ടിംഗ് ബോഡിയാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഫ്രൂട്ടിംഗ് ബോഡിയുടെ ഏറ്റവും മുകളിൽ താഴെ ഗിൽസ് കാണാം. നമ്മുടെ ചെകിളല്ല, എന്തിൻ്റെ ഫിഷിൻ്റെ ഒക്കെ ഉള്ള നിങ്ങൾക്കറിയാം ഗിൽസ്, ആ ചെകിളനെ പോലെ ഇവിടെയും ഗിൽസ് കാണാം. ഒരു ഗിൽസിനെ നമ്മൾ അടർത്തി എടുത്തിട്ട് നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ ഒബ്സേർവ് ചെയ്യുകയാണെങ്കിൽ, സെക്ഷൻ എടുത്ത് ഒബ്സേർവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ സ്ട്രക്ചർ കാണാൻ പറ്റും. അതിൽ ബസീഡിയം പ്രൊഡ്യൂസ് ചെയ്യുന്നത് സ്ട്രക്ചർ ഇങ്ങനെ ഒരു സ്ട്രക്ചർ. അതിൻ്റെ പുറത്തേക്ക് 4 ബസീഡിയോ സ്പോർ പ്രൊഡ്യൂസ് ചെയ്യും. ഗില്ല് അതിലെന്തുണ്ട്? ദാറ്റ് ബസീഡിയ ബിയറിങ് ബസീഡിയോ സ്പോർസാണ് നമുക്കിതിൽ കാണാൻ പറ്റുന്നത്. ഓക്കെ, അതിൻ്റെ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനാണ് ഇവിടെ നമുക്ക് കണ്ടോ. ഇവിടെ ഹൈഫ, താഴെ ഹൈഫ കാണാം. അതിൽ ബസീഡിയ ഉണ്ട്. ബസീഡിയത്തിൻ്റെ മുകളിലോട്ട് പുറത്തേക്കായിട്ട് 4 ഓരോ ബസീഡിയത്തിൽ നിന്നും 4 ബസീഡിയോ സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ആദ്യം പ്ലാസ്മോഗമി നടക്കുന്നു. ദെൻ കാരിയോഗമി ആൻഡ് മിയോസിസ് ഒക്കർ ഇൻ ബസീഡിയം. ബസീഡിയത്തിൻ്റെ അകത്ത് എന്ത് നടക്കും? കാരിയോഗമി ആണ് ന്യൂക്ലിയർ ഫ്യൂഷനും. ദെൻ അവിടുന്ന് ആ ഡൈക്കാരിയോട്ടിക് അല്ലെങ്കിൽ 2n ന്യൂക്ലിയസ് മിയോസിസ് നടന്നിട്ട് 4 ബസീഡിയോ സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യും. എക്സോജീനിയസ്ലിയാണ്, പുറത്തേക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കണ്ട് പുറത്താണ് സ്പോറിനെ നമുക്ക് കാണാൻ പറ്റുന്നത്. ദി ബസീഡിയ ആർ അറേഞ്ച്ഡ് ഇൻ എ ഫ്രൂട്ടിംഗ് ബോഡി. ബസീഡിയ ഒന്നിച്ച് അറേഞ്ച് ചെയ്യുന്നത് ഫ്രൂട്ടിംഗ് ബോഡിക്ക് പറയുന്ന പേര് ബസീഡിയോ കാർപ്പ് എന്ന് പറയും. ഓക്കെ, ബസീഡിയോ കാർപ്പാണ് ഓൾ ദീസ് ഫ്രൂട്ടിംഗ് ബോഡീനെ ഒന്നിച്ച് പറയും. അപ്പോൾ ഇവിടെ വരുന്ന മെമ്പേഴ്സ് അഗാരിക്കസ്, നമ്മുടെ മഷ്റൂം കുട പോലെയുള്ള മെമ്പറാണ് അഗാരിക്കസ്. ദെൻ അസ്റ്റിലാഗോ എന്ന് പറഞ്ഞാൽ സ്മട്ട് ഡിസീസിന് കാരണമായിട്ടുള്ള മെമ്പറാണ് അസ്റ്റിലാഗോ. ഓർത്തേക്കുന്ന അസ്റ്റിലാഗോ. ആൻഡ് പക്സീനിയ റെസ്റ്റ് ഡിസീസ്, പക്സീനിയ റെസ്റ്റ് ഫംഗസ്. ഇപ്പോൾ റെസ്റ്റ് ഫംഗസ് എന്നറിയപ്പെടുന്നത് പക്സീനിയാണെന്നും സ്മട്ട് ഫംഗസ് എന്നറിയപ്പെടുന്നത് അസ്റ്റിലാഗോ ആണെന്നും പ്രത്യേകം ഓർത്ത് വയ്ക്കണം. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു വൈറ്റ് റെസ്റ്റ് ഓഫ് ക്രൂസിഫേഴ്സിന് കാരണം ആൽബുഗോ ആണ്, അല്ലെങ്കിൽ മസ്റ്റാർഡ് വൈറ്റ് സ്പോട്ട് ഓൺ ദി മസ്റ്റാർഡ് ലീഫിന് ആൽബുഗോ ആണ്. ദെൻ ബ്രെഡ് മോൾഡിന് റൈസോപ്പസ് ആണ്. അപ്പോൾ ഓരോ പേരുകളും മാറാണ്ട് പഠിച്ചു വയ്ക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ പക്സീനിയ, അസ്റ്റിലാഗോ, അഗാരിക്കസ്. അസ്റ്റിലാഗോ എന്ന് പറഞ്ഞാൽ സ്മട്ട് ഫംഗസ്, പക്സീനിയ പറഞ്ഞാൽ റെസ്റ്റ് ഫംഗസ്. ഓക്കെ, ഇനി പറയാൻ പോകുന്നത് 4th ഗ്രൂപ്പാണ്, 4th ക്ലാസ് ഓഫ് ഫംഗൈ, ഡ്യൂട്രോമൈസീഡ്സ്. ഡ്യൂട്രോമൈസീഡ്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് തന്നെ നമുക്ക് ഓർമ്മ വരണം, ദേ ആർ ഇംപെർഫെക്റ്റ് ഫംഗൈ. They are not perfect one. They are also known as commonly called imperfect fungi. ഇപ്പോൾ എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് വൈ ഡ്യൂട്രോമൈസീസ് ആർ നോൺ ആസ് ഇംപെർഫെക്റ്റ് ഫംഗൈ. അതിന് കാരണം ബിക്കോസ് വെൻ വി സ്റ്റഡി അബൌട്ട് ദി സെക്ഷൽ ഫേസ് ഓഫ് ദിസ് ഡ്യൂട്രോമൈസീഡ്സ് ഇറ്റ് ഷോസ് ദി ക്യാരക്ടർ ഓഫ് ബെസിഡിയോമൈസിസ് ഓർ ആസ്കോമൈസിസ്. ഓക്കെ, ഓൺലി എ സെക്ഷൽ ഓർ വെജിറ്റേറ്റീവ് ഫേസ് ഈസ് ക്ലിയർ. ഡ്യൂട്രോമൈസിസിൻ്റെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ സെക്ഷൽ സ്റ്റേജ് മാത്രം അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് സ്റ്റേജ് നമുക്ക് ക്ലിയർ ആയിട്ട് ഇതുവരെ പഠനം നടത്താൻ പറ്റിയിട്ടുള്ളൂ. സെക്ഷൽ ഫേസിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അത് ഒന്നെങ്കിൽ ബസീഡിയോമൈസിസിൻ്റെ ക്യാരക്ടർ കാണിക്കും, അല്ലെങ്കിൽ ആസ്കോമൈസിസിൻ്റെ ക്യാരക്ടർ കാണിക്കും. അപ്പോൾ ഇന്ന ഗ്രൂപ്പിലാണ് ഇതിനെ ഉൾപ്പെടുത്താമെന്ന് പറയാൻ പറ്റാത്തൊരു സാഹചര്യം. അതുകൊണ്ടാണ് അതിന് ഇംപെർഫെക്റ്റ് ഫംഗൈ എന്ന് പറയാൻ കാരണം. ഓക്കെ, so commonly known as imperfect fungi because only their sexual or vegetative phase are known. Okay, when a perfect or sexual phase are discovered they were often moved to ascomyces or basidiomyces. Okay, so they are known as imperfect fungi. Then ഇവിടെ സെക്ഷൽ ആൻഡ് സെക്ഷൽ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, മൈസീലിയം സെപ്റ്റേറ്റ് ആൻഡ് ബ്രാഞ്ചഡ് തന്നെയാണ്. ദെൻ എസെക്ഷൽ സ്പോർ കൊണീഡിയ. ആസ്കോമൈസിസിൻ്റെ എസെക്ഷൽ സ്പോർ കൊണീഡിയ ആയിരുന്നു. ഡ്യൂട്രോമൈസിസിൻ്റെ എസെക്ഷൽ സ്പോർ എന്താണ്? കൊണീഡിയാണ്. മൈസീലിയം സെപ്റ്റേറ്റ് ആൻഡ് ബ്രാഞ്ചഡ്. സം ആർ സാപ്രോഫൈറ്റ്സ് ഓർ പാരസൈറ്റ്. മെജോറിറ്റി ആർ ഡീകമ്പോസേഴ്സ് ഓഫ് ലിറ്റിൽ ആൻഡ് ഹെൽപ്പ് ഇൻ ദി മിനറൽ സൈക്ലിംഗ്. ഓക്കെ, പിന്നെ ഇവിടെ വരുന്ന എക്സാമ്പിൾ പ്രത്യേകം ഓർത്ത് വയ്ക്കണം. ആൾട്ടർനേറിയ, കോളിട്രോട്രൈക്കം ആൻഡ് ട്രൈക്കോഡേർമ. ഏതാണ്? ആൾട്ടർനേറിയ, കോളിട്രോട്രൈക്കം ആൻഡ് ട്രൈക്കോഡേർമ ഓർത്ത് വെക്കണം കേട്ടോ. ആൾട്ടർനേറിയ ഏർലി ബ്ലൈറ്റ് ഓഫ് പൊട്ടാറ്റോ.
ഏർലി ബ്ലൈറ്റ് ഓഫ് പൊട്ടാറ്റോ, അതിൽ പൊട്ടാറ്റോയിൽ വരുന്ന ഡിസീസാണ് ഏർലി ബ്ലൈറ്റ് ഓഫ് പൊട്ടാറ്റോക്ക് കാരണം ആൾട്ടർനേറിയാണ്. അതുപോലെ റെഡ് റോട്ട് ഓഫ് ഷുഗർ കെയിൻ, റെഡ് റോട്ട് ഓഫ് ഷുഗർ കെയിൻ നമുക്കറിയാം. ഷുഗർ കെയിൻ എന്താ പറയുക, കരിമ്പ് അല്ലെ, ചില കരിമ്പൊക്കെ നമ്മൾ തിന്നുന്ന സമയത്ത് നിങ്ങൾ കണ്ടിട്ട് ആ സ്റ്റെമ്മിൽ അതിൻ്റെ ഉള്ളിൽ ചുവപ്പ് കളറിൽ കാണാറ്, ചോര ഒലിക്കുന്ന പോലെയുള്ള ഒരു സിറ്റുവേഷനും. അപ്പോൾ എപ്പോഴെങ്കിലും ഒബ്സർവ് ചെയ്യുമ്പോൾ ഓർക്കുക, അതിന് കാരണം അത് ഫംഗൽ ഇൻഫെക്ഷനാണ്. കോളിട്രോട്രൈക്കം എന്ന് പറയുന്ന ഡ്യൂട്രോമൈസിസിൻ്റെ ഇൻഫെക്ഷനാണ് അതിന് ആ ഡിസീസിന് കാരണം, റെഡ് റോട്ട് ഓഫ് ഷുഗർ കെയിൻ. ഓക്കെ, ദെൻ ട്രൈക്കോഡേർമ, അനദർ എക്സാമ്പിൾ ഫോർ ദി ഡ്യൂട്രോമൈസിസ്. ഓർത്ത് വയ്ക്കുക, ആൾട്ടർനേറിയ, കോളിട്രോട്രൈക്കം ആൻഡ് ട്രൈക്കോഡേർമ. ഓക്കെ.